Hi! Tired of the bustling city life? Or had a rough week at work? Ladies, fed up of the boring household chores? പേടിക്കണ്ട കേട്ടോ, ക്വസ്റ്റ്യനേഴ്സ് ഒന്നുമല്ല. ഇങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും കം ഓൺ, ടേക്ക് എ ബ്രേക്ക്, കം വിത്ത് അസ്. പക്ഷേ സോളമൻ്റെ മുന്തിരിത്തോട്ടങ്ങളിലേക്കല്ല, ഹൈബീൻ തോമസിൻ്റെ സ്പൈസ് ട്രീ ചിന്നാർ. വേഗം പാക്ക് ചെയ്തു, പെട്ടെന്നാവട്ടെ. ഇത് ഞങ്ങളുടെ മറ്റ് ട്രിപ്പുകളെ പോലെയൊന്നും അല്ലായിരുന്നു. ഇത് ഞങ്ങൾ വെൽ പ്ലാൻഡ് ട്രിപ്പായിരുന്നു. കാരണം ഞങ്ങളുടെ സ്വന്തം അമ്മയെ കൂടാതെ ഒരു 2 സെറ്റ് ഓഫ് അപ്പനമ്മമാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങളൊരു ബെനിയൊക്കെ ഹയർ ചെയ്താൽ പോയത്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഫാം സ്റ്റേ സ്പൈസ് ട്രീ ചിന്നാറിലെത്തി. നമ്മുടെ അക്കമാർ വരച്ച കോലമാണ് ചെന്നിറങ്ങിയ വഴി കണ്ടത്. ക്ഷീണവും ദാഹവും മാറ്റാൻ ലൈം ആൻഡ് ശംഖുപുഷ്പം കൂളർ. ഞങ്ങളുടെ ഗേൾസ് ബിസിയാണ്. ഗ്ലാമർ പോണതിന് മുമ്പ് ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. ലഞ്ച് ടൈം ആയിട്ടില്ല. ഷെഫ് അവിടെ വെജിറ്റബിൾസൊക്കെ കഴുകി അരിയണേ ഉള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് വില്ല ഒന്ന് കണ്ടു കളയാല്ലേ. ഇതാണ് സ്പൈസ് ട്രീ ഈക്കോ ലിവിങ്ങിൻ്റെ ഒരു പൂൾ വില്ല. ഇങ്ങനത്തെ 6 എക്സ്ക്ലൂസീവ് പൂൾ വില്ലാസാണ് ഇവിടെ ഉള്ളത്. മഡാണ് കേട്ടോ, കോൺക്രീറ്റ് കുറച്ചേ ഉള്ളൂ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ വോളാണ്. ഈ ഓല വെച്ചിട്ടുള്ള താച്ച് റൂഫാണ്. ഇതൊരു ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. കാരണം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ചേച്ചിമാർക്കൊക്കെ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാനായിട്ടാണ് ഇങ്ങനത്തെ റൂഫിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ്. കംപ്ലീറ്റ് ഈക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ റിസോർട്ട് പണിതിരിക്കുന്നത്. ഈ തൂണൊക്കെ കണ്ടോ, ഇതൊക്കെ ചെട്ടിനാടിന്ന് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാവുന്ന തരം മെറ്റീരിയൽസാണ്. ആൻഡ് ബാക്കി തടിയുടെ പോർഷൻസ് എല്ലാം പനയുടെ മരം കൊണ്ട്, പനമരം. നമുക്കിനി റൂംസ് ഒന്ന് ചെക്ക് ചെയ്യാം. പിപ്പി ബാ, നമുക്ക് റൂം കണ്ടു നോക്കാം. യെസ്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ മാറ്റി വെക്കട്ടെ, ഇരുട്ടാം. ഇതിന്റെ വ്യൂ കാണിച്ചു തരട്ടെ പിപ്പി. See the view. Oh, look at this. How is it, പിപ്പി? പിപ്പിക്ക് അവിടെ ഉണ്ടോ, ഇംഗ്ലണ്ടിൽ ആഷ്ഫോർഡിലുണ്ടോ ഇങ്ങനെ ഒരു മൗണ്ടൻ വ്യൂ സ്ഥലം ഉണ്ടോ? ഇല്ല. നമ്മൾ വാഷ്റൂം കൊണ്ടില്ല പിപ്പി. ഇത് വാഷ്റൂമോ ബെഡ്റൂമോ? ഇവിടെ ഒരു ബെഡ് ഇട്ട് കിടക്കല്ലേ ശരിക്കും? ഓ നൈസ്. ഇതണ്ട, ഇവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി നമ്മുടെ മൗണ്ടൻ വ്യൂവിലിരുന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കാം. ഇത് ചെട്ടിനാട് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തൂണുകളും റൂഫും എല്ലാം ചെട്ടിനാട് സ്റ്റൈലാണ്. ടൈല് കണ്ടോ, ടൈല്. ഇത് ആത്തൻകുടി ടൈൽ. ദിസ് ഇസ് ആത്തൻകുടി ടൈൽ. ഓ, ഇതൊരു ഇൻ്റർ കണക്റ്റിംഗ് വില്ല കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് നെക്സ്റ്റ് വില്ലയിലോട്ട് പോവാം. ഇതാണ് പൊന്നുവിൻ്റെ ഇവൻ്റെ വില്ല. നോക്കാം. അപ്പർ ഡെക്ക് ഓൾസോ ഒന്ന് കയറി നോക്കാം. കുറച്ച് സ്റ്റീപ്പാണ് സ്റ്റെപ്പ്, സൂക്ഷിച്ച് കയറണം. ഓ, ഇവിടെ വന്നപ്പോൾ ഒരു ക്യൂ സൗണ്ട് കേട്ടില്ലേ? മയിലുകളാ. ഓ, മയിലുകളൊക്കെ ഇത് ഇവിടെയൊക്കെ വന്നിരിക്കും. മയിലുകളൊക്കെ ഇതെന്തിനാണെന്നറിയോ? ദിസ് ഇസ് ഫോർ ദ മിൽക്ക് ആൻഡ് വൈൻ ബാത്ത്. ഇതിനോട്ട് ഇറങ്ങാനും കയറാനും കുറച്ച് ഡീപ്പാണ്, പക്ഷെ ഭയങ്കര വണ്ടർഫുൾ വ്യൂ ആയിരിക്കും അല്ലേ. ഓരോ വില്ലാസിലുള്ള ഇൻഡിവിജ്വൽ പൂൾസ് കൂടാതെ ഇവിടെ ഒരു കോമൺ പൂളും ഉണ്ട് കേട്ടോ. ഈ മലയടിവാരത്തിൽ ഈ പൂളിലൊക്കെ ഇങ്ങനെ നീന്തി കുളിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. അതെ, ലഞ്ചിന് മുമ്പ് എനിക്ക് 2 പേരെ ഒന്ന് ഫീച്ചർ ചെയ്യാനുണ്ട്. സാഗർ അലിയാസ് ജാക്കി റീലോഡഡ് പോലെ എയർ പിടിച്ചു വരുന്നതാണ് ഐവിൻ. എയർ മാത്രമേ ഉള്ളേ, പാവ എൻ്റെ അല്ലേ അനിയൻ. അത് റീലോഡഡ് ആണെങ്കിൽ ഇത് ഓവർലോഡഡാ. ഞങ്ങളുടെ ലവ് ഓവർലോഡഡ് പൊന്നു. വെച്ച കോയിൻ്റെ മണം. നമുക്കൊന്ന് കിച്ചൺ കയറി കണ്ടു നോക്കാം. ചേർന്ന് തന്നെയാണ് കിച്ചൺ. ഫ്രം ഫാം ടു കിച്ചൺ ആൻഡ് കിച്ചൺ ടു ടേബിൾ. അതാണ് കോൺസെപ്റ്റ്. ഇതാണ് നമ്മുടെ ഷെഫ് അമലേഷ്. അപ്പോൾ അമലേഷ്, ഇന്ന് എന്താ ഞങ്ങൾക്ക് സ്പെഷ്യൽ തരുന്നേ?
നമുക്ക് വെജ് മീൽസ് വിത്ത് ഫിഷ് ഫ്രൈ. ഓക്കെ, ഇവിടുത്തെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവണം അല്ലേ? നമുക്കിവിടെ ഒരു 70% നമുക്ക് ഇവിടെ തന്നെയാണ് നമ്മൾ വെയിറ്റുകളെല്ലാം കിച്ചണിലേക്ക് എടുക്കുന്നത്. ഓക്കെ, ഇന്നത്തെ മീൽസ് ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ റിവ്യൂ പറയാം കേട്ടോ. കണ്ടറിയാലോ, മീൽസ് ഞങ്ങൾ പൊളിച്ചടുക്കി. മീൽസും കഴിഞ്ഞു, ഒരു ചെറിയ നാപ്പും കഴിഞ്ഞു, ഞങ്ങൾ ഫാമിലൊരു ചെറിയ വാക്കിനിറങ്ങി. ഇതൊക്കെ എന്താണെന്നറിയോ? ദിസ് ഇസ് പനിനീർ ചാമ്പ ആൻഡ് ഇത് ഉള്ളിച്ചാമ്പ. കണ്ടിട്ടുണ്ട് അതൊക്കെ? ഇതൊക്കെ പക്ഷേ പകുതി കൂടുതലും ബേർഡ്സ് തിന്നു പോവുക. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ബേർഡ്സ് പാവം തിന്നോട്ടെ അല്ലേ? നമ്മുടെ UK, നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ബോയ്സാണ്, അവർക്ക് നാട്ടിലെ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇത് ആ കണ്ടത് ആനമലൈ ടൈഗർ റിസർവ് ആണ് കേട്ടോ. അതിൻ്റെ ബോർഡറിൽ നിന്നാണ് ഈ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു 20 acres ഓഫ് ബാരൻ ലാൻഡ് ആയിരുന്നു. ഇതൊരു ട്രോപ്പിക്കൽ ഡ്രൈ ക്ലൈമറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്ന് അറൗണ്ട് 50 to 50,000 ഫ്രൂട്ട് ട്രീസും ഫോറസ്റ്റ് ട്രീസും ഒക്കെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇത്രയും ഇങ്ങനെ ഗ്രീൻ ആക്കി എടുത്തത്. ആഫ്റ്റർ എ ലൈറ്റ് സ്വിം, ഈവനിങ്ങിൽ ഞങ്ങൾ അവിടെ അടുത്തുള്ള അമരാവതി ഡാമിൽ പോയൊരു ബ്രെത്ത് ടേക്കിംഗ് സൺസെറ്റ് കണ്ടു. ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദി ഡേ എന്തായിരുന്നു എന്നോ? ഉച്ചയ്ക്ക് നാടനായിരുന്നെങ്കിൽ രാത്രി നല്ല മോഡേൺ ഡിഷസ് ഒക്കെ ആയിട്ട് വി ഹാഡ് എ ഡിന്നർ ടുഗെദർ. പുറത്തായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്, ലൈക്ക് മരങ്ങളുടെയൊക്കെ ഇടയിൽ, റൈറ്റ് ഓൺ ദ ലാപ്പ് ഓഫ് നേച്ചർ. സോ വി ഹാഡ് എ ഗ്രേറ്റ് ഡേ. ഹോപ്പ് യു ടു ഹാഡ്. ഗുഡ് നൈറ്റ്.